ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പനി മാറി, സൗണ്ടൊന്നും ശരിക്കായിട്ടില്ല, പറ ഒച്ചയാണ്, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ പയർ നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഒരിനം പയറാണ്, വയലറ്റ് പയറാണ്. അതിൻ്റെ കൂടെ പച്ചപ്പയറും എടുത്തിട്ടുണ്ട്. ഇത് ഒരു പകൽ മുഴുവനും വെള്ളത്തിനകത്തിട്ടിട്ട് രാത്രിയിൽ തുണിക്കകത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. രണ്ടും മുഴുവനും മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിവിടെ കൊടുക്കുന്ന വിത്തുകളാണ്. ആർക്കെങ്കിലും പയർ നട്ടുപിടിപ്പിക്കാനുണ്ടെങ്കിൽ, പയർ നട്ടുപിടിപ്പിക്കാൻ നല്ല സമയം ഇപ്പോൾ കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം പയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി. വാട്സാപ്പ് നമ്പറിൽ നമ്മളിത് തരാം. അപ്പോൾ നമുക്കിതൊന്ന് കുഴിച്ചിടണം. അപ്പോൾ ഇത് എവിടെയാണ് ഇതിൻ്റെ സ്ഥലം? നമ്മളിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നമുക്കിത് എവിടെയാണ് സ്ഥലമെന്നൊന്ന് കണ്ടെത്തിയിട്ട് അവിടെ നടാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളിവിടെ തുടർച്ചയായിട്ട് നട്ടുകൊണ്ടിരിക്കുമ്പം ചിലതൊക്കെ നടും, അതിൻ്റെ ഭാഗം വിളവെടുത്തിട്ട് പോകും. അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും, അവിടെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് ആണ് വീണ്ടും നമ്മളവരെ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നടുന്ന സ്ഥലം കാലിയായിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി നമുക്കിത് ഒരിനം പയറിനെ ഒന്ന് പാകിയിട്ട് വരാം. അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ വേണം ഇത് നട്ടുപിടിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാവേ. അപ്പോൾ ഒരിനം പയർ ഞാനിവിടെ നടാൻ പോവുകയാണേ. നമ്മളിത് നേരത്തെ ചീര നട്ടിരുന്ന സ്ഥലമാണേ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പയർ വിത്തുകൾ പാകുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന അകലം എന്ന് പറയുന്നത് ഒരടിയൊക്കെ വേണമെന്ന് പറയും. നമ്മൾ ഈ അടുക്കള തോട്ടത്തിനകത്ത് ഈ ടെറസൊക്കെ കിട്ടുന്ന 600 സ്ക്വയർ ഫീറ്റിനകത്തോ 500 സ്ക്വയർ ഫീറ്റിനകത്തോ ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പം ഇതുപോലെ ഒരടി അകലത്തിലൊന്ന് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പയർ കിട്ടത്തില്ല. അതിനുള്ള സ്ഥലം എനിക്കില്ല, ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? നല്ല പോലെ മണ്ണിളക്കി 2 വശത്തും നടുക ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിൻ്റെ ഈ സൈഡിലും നടും. അങ്ങനെ ഞാൻ 3 സ്ഥലങ്ങളിലാണ് ഈ പയറിൻ്റെ വിത്തുകളെ നടുന്നത്. അപ്പോൾ പയറിൻ്റെ വിത്ത് ഞാൻ ഇത് മുളപ്പിച്ചിട്ടാണ്. എന്നാ ഇന്ദ്രിയത്തെ ഞാനിത് മുളപ്പിച്ചിട്ട് നടുന്നതെന്ന് നിനക്കറിയോ? ഇല്ല, അറിയത്തില്ല. ഇത് മുളപ്പിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ മുളപ്പിച്ചിട്ടാണ് നടുന്നതെങ്കിൽ ഇതുപോലെ മുള വന്ന ഓരോ പയർ തൈയായിട്ട് കിളുത്ത് വരും. പിന്നെ കീടങ്ങളെയൊക്കെ നമ്മൾ നോക്കി അതുപോലെ വളവും വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ ഓരോ ഇതുപോലുള്ള പയർ മണിയിൽ നിന്നും നമുക്ക് വലിയ വലിയ പയറുകൾ വിളവെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുളപ്പിച്ചിട്ട് നടുന്നത്. മുളപ്പിക്കാതെയാണെങ്കിൽ നമ്മൾ മണ്ണിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലതൊക്കെ വെള്ളം കൂടിയിട്ട് ചീഞ്ഞു പോകാം. പിന്നെ അല്ലെങ്കിൽ അതുപോലുള്ള കീടങ്ങളൊക്കെ ഇതിനടിയിലുണ്ടെങ്കിൽ അതെല്ലാം കരണ്ട് നശിപ്പിക്കും. അപ്പോൾ നമ്മൾ മുളപ്പിച്ചിട്ടാണ് നടുന്നത്. അപ്പോൾ ഇത് ഇന്നിട്ട് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടത്തേക്കിന് തന്നെ മണ്ണിൽ നിന്ന് പൊങ്ങി വരാനായിട്ട് ഒരുങ്ങും. അപ്പോൾ കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും. അപ്പം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, പയറിൻ്റെ വിത്തുകൾ നടുമ്പോൾ ഉണ്ടല്ലോ 1 ഇഞ്ച് അല്ലെങ്കിൽ കൂടിപ്പോയ 1.5 ഇഞ്ച് അത്രയുമേ താഴാവൂ. അല്ലെങ്കിൽ ഇത് മുള പൊങ്ങി വരാനായിട്ട് താമസിക്കും. അപ്പോൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു 2-3 എണ്ണം നടും കേട്ടോ. ചിലപ്പോൾ ഒന്നൊക്കെ പോയാലും ബാക്കി നമുക്ക് കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ കണ്ടോ, ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ കണ്ടോ? ഇന്നലെ നമ്മളെ ചെമ്പരത്തി നട്ട ദിവസം മേശപ്പുറത്ത് വിരിച്ചിട്ടിരിക്കുന്ന കണ്ട തുണി ചുരിദാറാക്കിയാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഞാൻ ഈ ചുരിദാർ ഇട്ട് കയറിയപ്പോൾ മനസ്സിലായോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ്, എപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് കൃത്യമായി നല്ല കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും നിങ്ങൾക്ക് എഴുതാം. പക്ഷേ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കമൻറ്റ് ഇടുന്ന ഒരാളുണ്ട്, മായ എസ് കമ്മത്ത്. മായ എസ് കമ്മത്ത് എൻ്റെ ഇന്നത്തെ വീഡിയോ കാണുവാണെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിൽ കൂടെ എന്നെ ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ആരാണ്, എവിടെയുള്ള ആളാണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. അപ്പം ഞാൻ ഈ പയറുകൾ ഇപ്പുറത്തെയും സൈഡിൽ ഇങ്ങനെ നമ്മൾ പാകിക്കൊടുക്കുവാണേ. അപ്പോൾ 2-3 എണ്ണമൊക്കെ വരും. കാരണം ഒരു പാക്കറ്റിനകത്തെ പയറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചിട്ട് കിളിപ്പിക്കാനും മാത്രമുള്ള വിത്തുകളുണ്ട് നമ്മൾ ഈ 30 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പാക്കറ്റിനകത്ത് കേട്ടോ. ആർക്കും പേടിക്കണ്ട. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാലറിയാം, ഒരെണ്ണം പോലും മുള വരാത്തതില്ല കണ്ടോ. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് അവിടുന്ന് ഇവിടുന്ന് മേടിച്ചിട്ട് മുളയ്ക്കുന്നില്ല എന്നൊക്കെ. ഇനി ആ പേടി വേണ്ട കേട്ടോ. അപ്പോൾ ഈ പയർ ഞാൻ ഈ ഒരു തടത്തിനകത്ത് മാത്രമാണ് നടുന്നത്. കുറച്ചെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ ബാക്കി വേറെ എവിടെയെങ്കിലും നടും. അപ്പം നിങ്ങൾ അതും കൂടെ കണ്ടിട്ട് ബുദ്ധിമുട്ടേണ്ട. ഇനി അതും കൂടെ കാണണം എന്നുള്ളവരാണെങ്കിൽ, ഇല്ല ഇതുപോലെ മുഴുവനും കാണണം എന്നുള്ളവരാണെങ്കിൽ മറന്നു പോകാതെ എനിക്ക് കമൻ്റ് ഇടണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പം മുഴുവനും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ വയലറ്റ് പയറിൻ്റെ വിത്തുകളാണ്. ഇത് നമുക്കിതുപോലെ വേറൊരു പാത്രത്തിൽ കൊണ്ടുപോയി
പാകിയിട്ട് വരാം. പയർ നമ്മൾ നടുമ്പോൾ എങ്ങനെയാണെന്നറിയോ? പയർ നമ്മൾ നല്ലോണം അടിവളം ചേർത്ത മണ്ണിൽ വേണം നട്ടുപിടിപ്പിക്കാൻ. പയറിന് ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശമാണ്. നല്ല ചൂടുള്ള സൂര്യപ്രകാശം കിട്ടുന്നതാണ് തൈകൾ പെട്ടെന്ന് ആർത്ത് വളർന്ന് കിട്ടാനായിട്ട് നല്ലത്. പിന്നെ പയർ ഓരോ പ്രാവശ്യം നമുക്ക് തുടർച്ചയായി നമ്മുടെ തോട്ടത്തിൽ പയറുണ്ടായിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മിക്കവാറും നമുക്ക് പയർ കറി വെക്കാനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് പയർ നമ്മൾ കുഴിച്ചിടത്തില്ലേ, അത് വളർന്ന് പൂവിട്ട് തുടങ്ങുമ്പം അടുത്ത സെറ്റ് കുഴിച്ചിടണം. അങ്ങനെ ചെയ്താലേ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പയർ കിട്ടത്തുള്ളൂ. പിന്നെ പയറിന് വളം ചെയ്യേണ്ടത് എങ്ങനെയാണ്, വെള്ളം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം നല്ല വിശദമായ വീഡിയോകൾ നമ്മൾ ചില്ലി ജാസ്മിൻ എന്ന പേരിൽ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പയറിനിപ്പം നമ്മൾ ഇന്ന് പയർ കുഴിച്ചിട്ടല്ലോ, അപ്പം നിങ്ങൾക്കും ഇത് കാണുമ്പം പയർ കുഴിച്ചിടാനായിട്ടൊക്കെ തോന്നും. അങ്ങനെ പയർ വാങ്ങിച്ച് പാകി കിളിപ്പിച്ച് കഴിയുമ്പം ഇതിനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയണമെന്ന് തോന്നുവാണെങ്കിൽ ചില്ലി ജാസ്മിൻ പയർ കൃഷി അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി പാകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിതേ ഈ പയർ കുഴിച്ചിടാൻ പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാവേ. ബാ, ഇത് കണ്ടോ നമ്മുടെ വെണ്ട കണ്ടോ? ഇതിന് നിങ്ങൾ ആനക്കൊമ്പെന്നാണോ കാളക്കൊമ്പെന്നാണോ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കണ്ടോ, തുടർച്ചയായിട്ട് ഓരോ ഇലകളുടെ ചുവട്ടിൽ നിന്നും ഇങ്ങനെ വെണ്ടയ്ക്ക വന്നുകൊണ്ടിരിക്കും കണ്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് പല ആളുകളും ചോദിക്കാറുണ്ട്, നമ്മളിവിടെ ഈ നടുന്ന വിത്തുകൾ ഇതിന്റെ കുരു പിന്നീട് ഇത് ഇങ്ങനെ കായ ഉണ്ടായല്ലോ, ഇതിലെ കുരുകൾ എടുത്തിട്ടാൽ ഇനി കിളുത്ത് വരുമോ? അപ്പം അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഒച്ച അടയ്ക്കുന്നുണ്ട് എനിക്ക്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഹൈബ്രിഡ് വിത്തുകളാണ്. ഈ ഹൈബ്രിഡ് വിത്തുകൾ മുളച്ചുണ്ടാകുന്ന തൈകളിൽ നിന്ന് ഉണ്ടായി വരുന്ന വിത്തുകൾ മുളപ്പിച്ച് എടുക്കുന്ന തൈകൾക്ക് നമ്മൾ എടുത്ത ചെടിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം അതേ ഗുണങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കാണിച്ച വെണ്ടയ്ക്കകത്തെ വിത്തിട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയത് എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ പയറായാലും വെണ്ടയായാലും മറ്റേത് ഇനം ചെടിയായാലും ഇപ്പോൾ വരുന്നതെല്ലാം ഹൈബ്രിഡ് വിത്തുകളായതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. എന്നാൽ നമ്മുടെ പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കപ്പക്കൂമ്പൽ കൂട്ടി കപ്പ നടുന്ന കൂട്ടത്തിൽ നമ്മൾ പയറും ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ആ പയർ പാകമായി കിട്ടുന്ന വിത്തുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇടുന്നത്. അപ്പോൾ അതേ നിലവാരം അവർ കാണിക്കാറുണ്ടായിരുന്നു. ഇന്ന് കിട്ടുന്ന വിത്തുകളും ആ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന തൈകളും പഴയ സസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ കാണിക്കണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണേ. അപ്പം നമുക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ദേ ആ മൽബറി കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസവും കാണിച്ചിരുന്നതാണേ. അത് ഞാൻ ഉർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണുവാണെങ്കിൽ ഇതിൻ്റെ തുടക്കം കാണാം. അപ്പോൾ ദേ ഇതുപോലുണ്ടായി വരുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ ഓരോ ഒരു കായുടെ നീളം കണ്ടോ. ദേ ഇത് ഒരു നല്ല നീളം വെച്ചു കാണാവോ, കണ്ടോ. ഇതുപോലെ നീളം വെച്ച നല്ല ചുവപ്പെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ചുവപ്പാകും. നല്ല മധുരമാണ് കേട്ടോ. നല്ലതാണ് ഈ ബ്രസീലിയൻ മൽബറി എന്ന് പറയുന്നത്. ഇതിപ്പം ഈ കമ്പ് നിറയുണ്ട്, അങ്ങോട്ട് പോയിരിക്കുന്ന കമ്പുകളൊക്കെ നിറയുണ്ട്. പക്ഷേ ഇത് പഴുത്ത് കഴിയുമ്പം കിളികൾ അറിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം പോലും തരത്തില്ല. കാരണം അത്രയ്ക്ക് നല്ലതാണെന്ന് അവർക്കറിയാം. ഇത് എങ്ങോട്ട് നോക്കി, നമ്മുടെ മരമുന്തിരി പഴുത്ത് താഴെ ചാടി കിടക്കുന്നുണ്ടോ, കിടക്കുന്നുണ്ടോ. ദേ ഇവിടെ ഒരെണ്ണം, ഇത് കണ്ടോ. പിന്നെ ഇത് ഇവിടെ കിടക്കുന്നുണ്ടോ, ഇത് കണ്ടോ. ഇങ്ങനെ നിറച്ച് മുന്തിരി ഉണ്ടാകും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഈ മുന്തിരി വള്ളിയേലല്ലാതെ മരത്തെ മുന്തിരി കായ്ക്കുമെന്ന്? എനിക്ക് ഈ അറിവ് കിട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. പണ്ടേ അറിയാമായിരുന്നോ അതോ അടുത്ത കാലത്താണോ ഇതറിഞ്ഞത്? നിങ്ങളിതിൻ്റെ തൈകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ. ഇനി നമുക്കിതേ ഈ പയറിൻ്റെ വിത്തും കൂടെ നടാനുണ്ട്. ഇത് വയലറ്റ് പയറാണേ. ഇനി നമ്മുടെ വഴുതന കണ്ടോ, നല്ലവണ്ണം കുഞ്ഞു ചെടിയാണേ. പക്ഷേ ഇപ്പം നമ്മൾ പറിച്ചാലും ഒരു കറിക്കുള്ള വഴുതനങ്ങ കിട്ടാനുണ്ട്. അതെ, ഞാൻ ഈ പാത്രത്തിനകത്താണ് നടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാത്രത്തിനകത്ത് മണ്ണിലോട്ട് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നില്ല. കാരണം ഈ പന്തലേക്കട പല സാധനങ്ങൾ പോയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇവിടെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ഇവർ വള്ളിയേക്കട വളർന്ന് മേളിൽ കയറുമ്പം അവരുടെ ഇലയ്ക്ക് നല്ല സൂര്യപ്രകാശം കിട്ടും. അപ്പം നന്നായിട്ട് കായ്ച്ചോളും. പയറിന് ഏറ്റവും വേണ്ടത് നല്ല സൂര്യപ്രകാശവും ഇതുപോലെ ഇളക്കമുള്ള മണ്ണ് കണ്ടോ. ഇതുപോലെ ഇളക്കമുള്ള മണ്ണായിരിക്കണം. അപ്പം ഞാൻ നമ്മൾ മുമ്പേ നട്ടതുപോലെ തന്നെ ഇവിടേക്ക് പയറിങ്ങനെ നടാൻ പോവുകയാണേ.
നല്ല ഇളക്കമുള്ള മണ്ണ് കണ്ടോ, ഇങ്ങനെ മണ്ണിന് ഇളക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ നല്ല വേരോട്ടം കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ പയർ വളർന്നു കഴിഞ്ഞാലും അവിടെ പാകിയതുപോലെ തന്നെയാണ് ഞാൻ ഇതേപോലെ 3-4 എണ്ണം ചേർത്തിട്ടാണ് പാകുന്നത്. കണ്ടമാനം മണ്ണിട്ട് മൂടരുത്. കണ്ടമാനം മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഇവർ മുളച്ച് കയറി വരാൻ താമസം വരും. അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പം അഴുകി പോവുകയോ ഒക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ഇത്രയും വെച്ചിട്ടാണ് നടുന്നത്. ഇവിടെയാണ് എനിക്ക് മുകളിലോട്ട് വള്ളി കെട്ടി കൊടുക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ പാവലൊക്കെ കയറിപ്പോയിരിക്കുന്നുണ്ടോ, ഇതുപോലെ തന്നെ പയറിനും കയറിപ്പോകാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ ഇച്ചിരി ഇടയ്ക്കകത്തുള്ള പരിപാടിയില്ലേ, പക്ഷേ ഇച്ചിരി ഇടയ്ക്കകത്താണെന്ന് പറഞ്ഞാലും നമുക്കിതുകൊണ്ട് പല ഗുണങ്ങളാണ് ഉള്ളത്. ദേ വെറുതെ ഇച്ചിരി മണ്ണ് ഞാനിങ്ങനെ കൂട്ടിക്കൊടുക്കുവാണേ. അപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാത്ത കേട്ടോ. മഴക്കാലം അല്ലെങ്കിൽ നമ്മളിതുപോലെ വിത്ത് പാകിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം, ഒത്തിരി മണ്ണ് നനയാനും മാത്രം കൊടുക്കരുത്. വിത്ത് നനയാനും മാത്രമുള്ള വെള്ളമേ വിത്ത് പാകി കഴിയുമ്പം കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ മണ്ണിനകത്ത് ആ വെള്ളത്തിൻ്റെ നനവ് നിന്നിട്ട് ചിലപ്പോൾ വിത്തുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നേരിയ കനത്തിൽ മണ്ണിടുക. ആ വിത്തുകൾ നനയാനും മാത്രം വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അവർ പെട്ടെന്ന് വളർന്ന് കയറിക്കോളും. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇന്നാളും നിങ്ങളോട് പറഞ്ഞതെന്നാണ് ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഞാൻ മേടിച്ചുകൊണ്ട് വന്ന വഴിക്ക് ഈ തയ്യെ ഇവിടെ വെച്ച ഒരു അബദ്ധമാണ് കേട്ടോ. ആ അബദ്ധം വളർന്ന് പെട്ടെന്ന് ഇതിനെ വെട്ടിക്കളയണമെന്ന് ഞാൻ ഇതിൻ്റെ ചോട്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ചെവി കേൾക്കാവോ തിരിച്ചറിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പം കായ്ച്ചു. നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, മറന്നു പോവും. ഇവർ കായ ഉണ്ടാകുന്നുണ്ടോ എങ്ങനെയാന്ന്? ഇലയുടെ അടിയിലാണ് കണ്ടോ ഓരോ ഇലയുടെ തണ്ടയിലും കായ്കളുണ്ടാവും. ഇത് കുഞ്ഞു തൈകളായതുകൊണ്ടാണ് ഇതേ കാ കുറവേ. ഈ ചെടി മൂക്കുന്നതിനനുസരിച്ചാണ്, ചെടിയുടെ തണ്ടിന് കനം വെക്കുന്നതിനനുസരിച്ചാണ് കൂടുതൽ കായകളുണ്ടാകുന്നത്. ഇതെന്നാണെന്നറിയോ? നെല്ലിപ്പുളിയാണ് കേട്ടോ. ഇതൊരെണ്ണം ഇന്ദിരത്തെ നീ തിന്നു നോക്കൂ. ഇത് ഞാനും ഒരെണ്ണം തിന്നാം. ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ, മേളിലോട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പുളിയുണ്ടോടാ? പുളിയുണ്ട്. പക്ഷേ നെല്ലിക്കയുടെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. പുളിയുണ്ട്, നെല്ലിക്കയ്ക്ക് ഇത്രയും പുളിയില്ല. അതുകൊണ്ട് ഇത് നല്ല അച്ചാർ വെക്കാനായിട്ട് ഭയങ്കര നല്ല കേട്ടോ. നല്ല സാധനം, കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇത് നേരത്തെ ഒരെണ്ണം ഞാൻ താഴെ പറമ്പി വെച്ചു. പറമ്പി വെക്കുമ്പോൾ പറമ്പിൽ വെളിച്ചം കുറവായതുകൊണ്ടുണ്ടല്ലോ, വെളിച്ചം കിട്ടുന്നിടം വരെ ഇവർ വളർന്നു പോവും. കണ്ണ് നീർന്നു. ഇവിടെ നോക്കി കണ്ടോ, നല്ല മഞ്ഞച്ച് കിടക്കുന്നുണ്ടോ? ചെറുത്തക്കാളിയാണേ, നല്ല മധുരം ഉണ്ടായിരിക്കും. ഞാൻ ഒരെണ്ണം തിന്ന് കാണിക്കാം. സൂപ്പർ സാധനം. ഈ ചീര കണ്ടോ, ഈ ചീര എന്ന് പറഞ്ഞാൽ ഒരു ഇനം പച്ചയാണ്, പക്ഷേ അതിൻ്റെ ഇല ചുവപ്പ് കണ്ടോ. നമ്മുടെ ശരി പച്ചച്ചീരയേക്കാളൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. ഇത് വളർന്നു പോയിരിക്കുന്ന പോക്ക് കണ്ടോ. ഈ പച്ച ചീരകളെല്ലാം തന്നെ നല്ല ഉയരത്തിൽ വളരുന്നവരാണ്. അത് നമ്മൾ ചീര വളർത്തുന്നത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ പക്ഷേ അതേസമയം പുത്തനായിട്ടൊക്കെ കാണുന്നവർ പറയും ഈ ചീരയുടെ പൊക്കം കണ്ടോ എന്നേക്കാളും പൊങ്ങിപ്പോയി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് കാലം മുതലേ പച്ച ചീരയെന്ന് പറയുന്നത് ഇതേപോലെ പൊങ്ങിപ്പോവും നമ്മൾ വെട്ടിവിടാതിരുന്ന. ചില ചുമലച്ചീരകളും അങ്ങനെ തന്നെ ഉയരം വയ്ക്കാറുണ്ട്. നമ്മൾ മുറിച്ചെടുത്താൽ പോകുന്നതെങ്കിൽ അവർ പിന്നെയും പൊട്ടിക്കിളുക്കുകയും ചെയ്യും. പിന്നെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായ വിളവൊന്നും തരുന്ന സാധനമല്ല ചീര, അവരങ്ങ് അഴുകിപ്പോവും. അപ്പോൾ ഇതിനെ ഉണ്ടല്ലോ, പൂവും വന്നു. ഈ ചീരയുടെ ഒരു പ്രത്യേകത, ഈ ചുമലത്തണ്ടുള്ള പച്ചച്ചീര കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് പൂവിടും. കുറച്ച് കയറി വരുമ്പോഴേ നമ്മൾ മുറിക്കണം. എന്തുമാത്രം നമുക്ക് ചീര തിന്നാൻ പറ്റി. എന്നും ചീരത്തോരൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പാകില്ലേ. ഇത് നമുക്ക് വേണേൽ ഒരു കോളത്തിനകത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും. അതിൻ്റെ വിത്തുകൾ കിടന്നിട്ട് പിന്നെയും ഇങ്ങനെ കിളുത്തോണ്ടിരിക്കും. ഇവിടെ അന്ന് കുറേ ചെടികൾ ഉണങ്ങിപ്പോയില്ലേ, ആ കൂട്ടത്തിൽ തന്നെ ഉണങ്ങിയതാണ് ഇതും. പക്ഷേ ഇതെല്ലാം പൊട്ടിക്കിളുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടിയത് കൊണ്ട്. ഇതെന്നാ ചെടിയാണ് നമ്മുടെ? ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പേരാടാ അരസാബോയ് എന്നതിൻ്റെ പേര് കേട്ടോ. നല്ല പഴമാണ് ഇതിനുണ്ടാകുന്നത്. ഇവിടെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാരകമാണേ. ഈ നാരകം എപ്പോഴും ഉണ്ടല്ലോ, ഒരു ട്രിപ്പ് കായ് കഴിഞ്ഞാൽ വെട്ടിവിടണം കേട്ടോ. ഇപ്പോൾ ഇത് വെട്ടിവിടാറായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വെട്ടിവിടാൻ താമസിച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും അപ്പം തന്നെ പൂവിടും. അപ്പം നമുക്ക് വെട്ടിയിടാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ചെറുനാരങ്ങയാണേ, നല്ല സൂപ്പർ നാരങ്ങയാണ്. ഇതിനകത്തൊരു കയ്യും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഒരെണ്ണം കൂടെ ഉണ്ട്. അതുപോലെ ഇത് പഴുത്ത് പൊഴിഞ്ഞ് വീണ് കിടക്കുന്ന കേട്ടോ. ഒരെണ്ണം കൂടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ പറിച്ചെടുക്കാവേ. 4-5 എണ്ണം കിട്ടി.
പിന്നെ എന്നോട് ആൾക്കാർ ചോദിക്കും, ഇതേ വേറൊരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, അതല്ലേ അവിടെ നിന്നോട്ടെ, ഇവിടെ തന്നെ നിൽക്കുന്ന സാധനമല്ലേ. ഇതിൻ്റെയൊക്കെ ചോട്ടി കണ്ടോ ഇതുപോലെ കള വരും. അപ്പോൾ ഈ മഴക്കാലം ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നാരകത്തിൻ്റെ ചോട്ടിൽ കൂടെ കയ്യും കൊണ്ട് പോകാനും പാടാം. അയ്യോ, നമ്മൾ പ്രതീക്ഷിക്കാതെ കാണും അവിടെ ഇവിടെയൊക്കെ മുള്ള്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ പുല്ലെല്ലാം പറിച്ചിട്ടേ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മളെ ടെറസിൽ 1 2 ഒക്കെ പാത്രം വേണ്ടി വരും. അത് അതിനകത്തോട്ട് പറിച്ച് കൊണ്ടിടും. എന്നിട്ട് ഒരു പാത്രത്തിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ അതിനെ കമത്തി മറ്റേ പാത്രത്തിനകത്തോട്ടിടും. അപ്പോൾ അടിയിൽ കിടക്കുന്നത് എപ്പോഴും നല്ലോണം അഴുകി കാണും. അങ്ങനെ അഴുകി ഉണങ്ങി കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ അടുത്ത ഗ്രോ ബാഗും പാത്രവും നിറയ്ക്കുമ്പം അടിയിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വലിച്ചെടുത്ത വളമെല്ലാം വീണ്ടും തിരികെ നമ്മുടെ മണ്ണിലോട്ട് കിട്ടുകയും ചെയ്യും. നമുക്കൊരു നഷ്ടമില്ല, നമുക്കൊരു സങ്കടവും തോന്നിക്കത്തില്ല. അയ്യോ, എൻ്റെ ചെടിയുടെ വളമല്ല ഇവർ വലിച്ചുകൊണ്ട് പോയല്ലോ എന്നൊന്നും തോന്നിക്കത്തില്ല. കാരണം ഇവർക്ക് തന്നെ നമ്മളിത് തിരിച്ചു കൊടുക്കുമല്ലേ. അയ്യോ, വലിയ പാടാണ് കേട്ടോ വലിച്ചെടുക്കാൻ. നമ്മൾ കൈ വലിക്കുമ്പോഴായിരിക്കും നമുക്കിട്ട് മുള്ളു കൊള്ളുന്നത്. പിന്നെ ഇത് നമ്മുടെ നല്ല ചെറുനാരങ്ങയാണേ. ഇത് കണ്ടോ, ഇതുപോലെ കൊലയായിട്ട് ഒടിച്ചു കുത്തി നാരകമുണ്ട്. ഇത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട് പഴുത്ത് കിടക്കുന്നുണ്ടോ. നിറയെ നമുക്ക് എന്നും ഒരു നാരങ്ങാ വെള്ളം കുടിക്കാനുള്ളത് കിട്ടാനുള്ള അത്ര നാരകം ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് കണ്ടോ, പുല്ല് പറിച്ചിട്ട് ഇട്ട് വെക്കുന്ന പാത്രമാണേ. ഇത് കുറച്ചൊന്ന് അവിഞ്ഞ് കഴിയുമ്പം വേറെ വലിയ പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഇതിനകത്ത് പറിച്ച് നിറച്ച് വെക്കും. ഇപ്പം നമ്മൾ പറിച്ചുകൊണ്ടുവന്ന നമ്മുടെ ചെറുനാരങ്ങയാണേ. ഇതെന്നാണെന്നറിയോ? അറിയാവുന്നവരെനിക്ക് കമൻ്റ് ഇടണേ. സൂപ്പർ സാധനമാണേ. ഇത് നമ്മുടെ അമ്പഴമാണേ. കണ്ടോ, അടുത്ത സെറ്റ് കായ്ച്ചു തുടങ്ങി. കുഞ്ഞു കുഞ്ഞു കായ്കളായത് കണ്ടോ. നീ എല്ലാ തലപ്പേലും ഇതിലൊക്കെ വരുന്നുണ്ട് കണ്ടോ. എല്ലാ തലപ്പേലും നിറയെ കായ്കളാകും. നമുക്കൊരച്ചാർ വെക്കാനായിട്ട് അമ്പഴങ്ങ മേടിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കാച്ചിൽ നടാനുണ്ടേ. കഴിഞ്ഞ ദിവസവും ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഈ കാച്ചിൽ മുളച്ചിരിക്കുക. അയ്യോ, ഒരെണ്ണം താട്ടുമല്ലോ. മുളച്ചിരിക്കുക, നമുക്കിത് കൊണ്ടുപോയി നടണമെന്നേ. ഇവിടെ ഞാൻ നട്ട കാച്ചിലും കുറച്ചും കൂടെ വളർന്നു കേട്ടോ. ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട കാച്ചിലാണേ. ഇവരിങ്ങനെ മേളിലോട്ട് പൊക്കോളും. കാച്ചിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വള്ളി എത്ര ഉയരത്തിലോട്ട് പോകുന്നോ അതിനനുസരിച്ചാണ് കാച്ചിലുണ്ടാകുന്നത്. അപ്പോൾ ഇവരിതിലേ കൂടെ കയറി മേളിലോട്ട്, ആ ഷെഡിൻ്റെ മേളിലോട്ടോ പന്തലയിലോട്ടോ ഒക്കെ പടർന്നോളും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടേ. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം പാകി വെച്ചിരുന്ന പാലക്ക് ചീരയുടെ വിത്തുകളാണേ. ഇതെല്ലാം കുഞ്ഞു 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 തൈകളായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. കാണാമോ നിങ്ങൾക്ക്? നല്ല സൂപ്പറായിട്ട് കിളുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കേ ഈ കാച്ചിലൊന്ന് കൊണ്ടുപോയി നട്ടിട്ട് വരാം. എന്നോട് കമൻറ്റ് ബോക്സിൽ ആരോ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ചോളത്തിന് ഒരു കായേ ഉണ്ടാകത്തുള്ളൂ എന്ന്. അപ്പോൾ ഇതൊരു ചെറിയ ചോളമാണേ. കണ്ടോ, ഇവിടുന്ന് ഒരെണ്ണം ഉണ്ടായി, അടുത്ത ഇലയുടെ ചോട്ടിൽ നിന്നുണ്ടായി. ഇനി ഇവിടുന്ന് ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. എന്നാൽ ഈ ചോളം കണ്ടോ, ഈ ചോളത്തിനകത്ത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഇവിടെ എല്ലാം ഉണ്ടാകുന്നുണ്ടേ. ഇങ്ങനെ ഒത്തിരി ചോളം ഉണ്ടാകാതിരിക്കുക നല്ലത്. ഒത്തിരി എണ്ണം ഉണ്ടായാലേ അതിനകത്ത് അളവ് കുറവായിരിക്കും, വിത്തുകളൊക്കെ കുറവായിരിക്കും, ചെറിയ കായ്കളായിരിക്കും. ഇപ്പം ഈ ഒരു ചോളച്ചെടിയിൽ 1 2 3 തന്നെ കൂടുതലാണ്, അത്രയൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ നല്ല വലിപ്പമുള്ള ചോളം നമുക്ക് കിട്ടും. അതിപ്പം നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ. ഇത് കണ്ടോ, ഓരോത്തിൻ്റെ ഇനത്തിൻ്റെ വ്യത്യാസമാണ്. ഒരു ഇതിൽ നിന്ന് തന്നെ 3 എണ്ണം വന്നിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ വരാറുണ്ട്. നമ്മളിത് ഇതുപോലെ ചാക്കെടുത്തിട്ടേ ഇതിൻ്റെ അറ്റം കുറച്ചൊന്ന് ഈ മൂല നോക്കി, വലിയ ഭംഗിയൊന്നും വേണ്ട, അത്രയ്ക്ക് മുറുകിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, നമ്മളൊരു കെട്ട് കെട്ടി വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ കാച്ചിൽ നടാനായിട്ടാണേ ഞാൻ ഇതുപോലെ ചാക്ക് കെട്ടി. ഇങ്ങനെ കെട്ടിയ കാരണം മറിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കെട്ടിയ കൊണ്ട് ഞാനിതൊന്ന് അകത്തൂടെ മറിച്ചെടുക്കുവാണേ. പിന്നെ അറ്റമൊക്കെ കീറി തുടങ്ങിയ ചാക്കാണ്, നല്ല ചാക്കുകളൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ എത്ര നല്ല ചാക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. മണ്ണിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ചാക്ക് പെട്ടെന്ന് പൊടിയാൻ തുടങ്ങും. ഈ ഒരു തവണത്തെ കൃഷിക്ക് ചാക്ക് കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇതൊരു വലിയ ചാക്കാണ് കേട്ടോ, അതുകൊണ്ട് വളമൊക്കെ വരുന്ന ചാക്കാണ്. നമ്മൾ ഈ ചാണകപ്പൊടി വാങ്ങിക്കുമ്പോൾ ഒരു ചാക്കിനകത്തിട്ട് നമുക്ക് തരുന്നു, അങ്ങനത്തെ ഒരു ചാക്ക്. അപ്പം ഞാൻ കുറച്ച് ചുറ്റി പുറത്തോട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് പൊക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത് ഇവിടോട്ട് വെക്കുവാണേ. ഇതൊരു പ്ലാവിൻ്റെ ചൂടാണ് കേട്ടോ. ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ടോ,
ഇഷ്ടംപോലെ ചക്കകളുണ്ട്. എടുത്ത് ചാരി വെച്ചിരിക്കുന്ന പോലെ ദേ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, അങ്ങോട്ട് പോയിരിക്കുന്നത് കണ്ടോ, ചാരി വെച്ചിരിക്കുന്ന പോലെ ദേ ഇവിടെ ഒരെണ്ണം ഭിത്തി കാണാമോ നിനക്ക്? ആ, ഇതുപോലെ നമ്മൾ ചാക്ക് വെച്ചിട്ടേ ഞാൻ ചാക്കിനകത്തോട്ട് ഇടാൻ പോകുന്നത്, ചില ആളുകളൊക്കെ ആണെങ്കിൽ ചാക്കിനകത്തോട്ടുണ്ടല്ലോ വാഴപ്പിണ്ടി ഭയങ്കര നല്ലതാണേ. വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ വാഴപ്പിണ്ടി വെട്ടിക്കൂട്ടി ഇതിനകത്തോട്ടിട്ട് നിറയ്ക്കാം. വാഴയിലയും വാഴമാണവും ഒക്കെ നമുക്കിതിൻ്റെ അടിയിലേക്ക് ഇടാം. അതിപ്പോൾ ഉണ്ടെങ്കിൽ അന്നേരം സൗകര്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഴക്കലയൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ, നമ്മളിതേ മുറ്റത്തെയൊക്കെ പുല്ലൊക്കെ പറിക്കുമ്പം കിട്ടുന്ന പുല്ലാണ്. ഇപ്പം ഇന്നലെയൊക്കെ പറിച്ചാണ് ഈ പച്ചപ്പായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇത് ഏകദേശം ഇത്രയും ഉണ്ട് കണ്ടോ. ഇതിനെ ഞാൻ ആ ചാക്കിനകത്തോട്ട് കുടഞ്ഞിടാൻ പോവുകയാണേ. കുടഞ്ഞോ വാരിയൊക്കെ ഇടാം, കുടഞ്ഞല്ല, ഞാൻ വാരിയിടാം. അപ്പോൾ ആദ്യം ഇത് ഏറ്റവും അവസാനം ഇന്നലെ പറിച്ചാൽ അതുകൊണ്ട് അതിന് പച്ചപ്പ് കാണുന്നത്. അപ്പോൾ പച്ചപ്പുള്ളത് എപ്പോഴും ഏറ്റവും അടിയിൽ വരുന്നതാണ് നല്ലതേ. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു കണ്ടോ. ചീരയുടെ ഒക്കെ പറിച്ചതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ അവിഞ്ഞു തുടങ്ങി കേട്ടോ. ആദ്യം പറിക്കുന്നത് അടി വരുന്ന ഭാഗം അവിഞ്ഞു തുടങ്ങി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മേളിലാണെങ്കിലും ഞാൻ ചെയ്യുന്നത് ആദ്യം പറിച്ചതിനെ കമത്തിയിടും. അപ്പോൾ അടിയിലത്തേത് നല്ലോണം അഴുകി പാകമായിട്ടുണ്ടായിരിക്കും. ഇത് കുടഞ്ഞിടാൻ പോവാ, ഇട്ടിട്ട് ഞാൻ കാണിക്കാവേ. കണ്ടോ, അപ്പോൾ കാച്ചിൽ നടാൻ എന്ത് എളുപ്പമാണെന്ന് കണ്ടോ. ഏകദേശം നമ്മുടെ ചാക്കിൻ്റെ 1/4 ഭാഗവും ഇതേപോലത്തെ ഈ പുല്ലും കാടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അവിഞ്ഞ് കിട്ടണ്ടേ, അവിഞ്ഞ മണ്ണാണ്ടേ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിതേ പറമ്പിലെ പുല്ല് പറിച്ച് കൂട്ടുന്ന ഇത് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം മണ്ണായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ മണ്ണ് കോരി ഇതിൻ്റെ മുകളിലോട്ടിടാൻ പോവുകയാണേ. ഒക്കെ കണ്ടോ, മണ്ണായി മാറിയിട്ടുണ്ട്. ഏറ്റവും അടിയിൽ നിന്ന് എടുക്കുന്ന എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമുക്കിത് ഈ ചവറോടെ വലിച്ചുകൊണ്ടിടാം. പിന്നെ ഒരു കുഴപ്പമെന്നാണെന്നറിയോ, ഈ ചേമ്പിൻ്റെയൊക്കെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചിടുന്നത് അതിൻ്റെ വിത്ത് കാണും അതിൻ്റെ ചോട്ടിൽ, അവർ വീണ്ടും കിളുത്ത് കയറിയും വരും. തൊണ്ടിൻ്റെ കഷ്ണമൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. തൊണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ട ഇത് താന്നു പോകുന്നുണ്ടോ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഈ മണ്ണിൻ്റെ ഇളക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ചുകൂടെ ഇതിനകത്തോട്ട് എടുക്കുവാണേ. അതിൽ കൂടുതൽ പറ്റത്തില്ല. ഇതിനകത്തൊക്കെ കൊണ്ടാൽ ഞാൻ കയ്യൊക്കെ ഇടും. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പേടിയും ഉണ്ട്, പേടിക്കുകയും വേണം എന്നാണ് ശരിക്കും പറഞ്ഞത്. പേടി മാത്രം കൊണ്ട് കാര്യമില്ല, വരാനുള്ളതാണെങ്കിൽ വഴി തങ്ങത്തില്ലെന്ന് നമ്മൾ പറയല്ലേ. അപ്പോൾ കുറച്ചുകൂടെ മണ്ണ് നമുക്ക് ഇതിനകത്തോട്ടിടാം. കണ്ടോ, പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കണം കേട്ടോ. ഇതൊക്കെ ഈ എന്നാ ഇന്ദ്രിയത്തേത് നീ കണ്ടില്ല, അതേതാണ്ട് എൻ്റെ ടാഗുമായിരുന്നു. ഇതുപോലെ നമ്മളിതേ ഇതിനകത്ത് ഉണങ്ങിയ ഇലയും എല്ലാം ഉണ്ട്. അപ്പോൾ ദേ വീണ്ടും കൊണ്ടിട്ടു കണ്ടല്ലോ. ഈ കാച്ചിലിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, കാച്ചിലായാലും ചേനയായാലും ഇതിൻ്റെ മുള വരുന്ന ഭാഗം കണ്ടോ, ഇതിനോട് ചേർന്നാണ് ഇതിൻ്റെ വേര് വരുന്നത് കേട്ടോ. പിന്നെ കാച്ചിലിൻ്റെ ഒരു പ്രത്യേകത, ഇത് താഴേക്ക് വളരുക. നമ്മളിപ്പോൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ മിനിമം ഒരടിയെങ്കിലും മണ്ണ് അറിഞ്ഞ് താക്കണം. എന്നിട്ട് വേണം അതിനകത്ത് ഉണങ്ങിയ ഇലയും വാഴപ്പിണ്ടിയും തുണ്ടും എല്ലാം ഇട്ട് കുഴി മൂടിയിട്ട് വേണം അതിൻ്റെ മുകളിൽ കാച്ചിൽ നടാൻ. അപ്പം നമുക്കിതേ ഇതിപ്പോൾ ഏകദേശം ഒരു ഒരടിയൊക്കെ താഴ്ച കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ചാക്കായതുകൊണ്ടൊരു ഷേപ്പൊന്നും കിട്ടത്തില്ല, ആടുവിൽ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉണങ്ങിയ ഇലയിടാൻ പോവാണേ. അത് നമ്മൾ മിറ്റ അടിച്ചു വരുമ്പം കിട്ടുന്നത്. ഇതിനേക്കാളൊക്കെ ഒരു സൂപ്പർ സാധനമുണ്ട് കേട്ടോ, അതെ ചക്കമടൽ. ഇത് നമ്മൾ ഇട്ടതൊന്നുമല്ല, മേളിൽ നിന്ന് ചിലപ്പോഴൊക്കെ പഴുത്ത് താഴെ വീഴും.
അങ്ങനെ വരുന്നതിൻ്റെ അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അത് വാരി ഇട്ടാൽ മതി. അത് നല്ല വളമാണ് കേട്ടോ അത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കൊടുക്കുന്നത് ഈ ഉണങ്ങിയ ഇലയാണ്. പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിക്കോണം. ഇത് നമ്മൾ മിറ്റടിക്കുമ്പം കിട്ടുന്നതല്ലേ. അപ്പോൾ പിള്ളേരും നമ്മളും ഒക്കെ എല്ലാം ഒക്കെ മുറ്റത്തൊക്കെ ഇടുമല്ലോ. അതുങ്ങളെല്ലാം കൂടെ കൂട്ടി അടിച്ചു വരും. അപ്പോൾ തിരയലൊന്നും ആ കൂട്ടത്തിൽ നടത്തത്തില്ല. ഇത് വയർ ടൈ ഉൾപ്പെടെ ഉണ്ട് കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇലയിട്ടു. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇലയുടെ മുകളിലോട്ട് നമ്മളിതേ ഈ കാച്ചിലിനെ എടുത്ത് അങ്ങോട്ട് വെക്കും കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കണ്ടോ. നല്ല പോലെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് ഇപ്പം തന്നെ ഇതിനെ നിവർക്കേണ്ട ആവശ്യമായി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ കുറച്ച് മണ്ണിടാം. അപ്പം മണ്ണിടുമ്പോൾ ഒരു കാര്യമാണ്, പുല്ലൊക്കെ ഉണ്ടെങ്കിലേ, പുല്ലിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ അവരതിനകത്തുനിന്ന് വളർന്നു വരാനുള്ള സാധ്യത. അപ്പം ഞാൻ പച്ച കഷ്ണം കിടക്കാതിരുന്നാൽ മതി കണ്ടോ. ഇങ്ങനെ കുറച്ച് ഭാഗം മണ്ണെടുത്തിട്ട്, പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ മാറ്റിക്കണം. ഈ മണ്ണെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കണ്ടോ. മുള വളഞ്ഞു പോയി അല്ലേ. അത് നിവർത്തി വെക്കാം. അപ്പുറത്തോട്ട് കുറച്ച് മണ്ണിനെ കൊടുത്താൽ മതി കണ്ടോ. പച്ചപ്പുല്ലുണ്ട്, പച്ചപ്പുല്ലുണ്ടെങ്കിൽ മാറ്റിക്കോണം. അല്ലെ പെട്ടെന്ന് എങ്ങനെ നോക്കിയാലും കാടൊക്കെ വരും. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഉണങ്ങിയ ഇല. അതിപ്പം വാഴക്കച്ചിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം കേട്ടോ. ഞാനത് ഇടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഈ ഇലയുണ്ടല്ലോ, അപ്പം നമ്മൾ വാഴക്കച്ചിയെല്ലാം ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം ഈ നാമ്പ് തന്നെ വളർന്ന് കയറി വന്നോളും. അതേപോലെ നമ്മളിതേ ഈ ചാക്കിനകത്ത് നട്ടിട്ടുണ്ട്. ഈ ചാക്കിനകത്ത് കാച്ചിലാണ് വെച്ചതേ, ചേമ്പല്ല. എന്നിട്ട് ചേമ്പ് തേനകത്തെല്ലാം കിളുക്കുന്നുമുണ്ട്. പറിച്ച് കളയട്ടോ. ഇത് വലിയ ഗുണമുള്ള ചേമ്പല്ല. ശരം പോലെ പോകുന്നൊരു നാട്ടുചേമ്പോ കാട്ടുചേമ്പോ ഒക്കെ വേണേൽ പറയാം. അങ്ങനെയുള്ളതാണിത്. അപ്പം കാച്ചിലിനാണെങ്കിലുമേ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ, ഇപ്പം കാച്ചിൽ നമുക്ക് നോക്കിയാൽ അറിയണ്ടേ. കാച്ചിലിൻ്റെ വള്ളി അങ്ങ് പ്ലാവിൻ്റെ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. കാണാവോ ശിവ ഇന്ദ്രത്തെ? ആ. അപ്പം ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇതിനകത്ത് ഇവിടെ ഒരു ചാക്കുണ്ടേ, അതിനകത്ത് ഇതെനിക്കൊരാൾ വെള്ളക്കാച്ചിലാന്ന് പറഞ്ഞ് തന്നതാണ്. ഇന്ന് നമ്മൾ നട്ടത് വയലറ്റ് കാച്ചിലാണേ. വയലറ്റ് കാച്ചിൽ അത്ര ആഴത്തിലും വലുതായിട്ടൊന്നും ഉണ്ടാകുകയില്ല. വെള്ളക്കാച്ചിൽ നല്ല വലിപ്പത്തിലുണ്ടാകുന്ന കാച്ചിലാണ്. എന്തായാലും നമ്മൾ കാച്ചിലിൻ്റെ നടിയിലും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ടെറസയിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, പറമ്പിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. എൻ്റെ കൃഷി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇനി നമുക്ക് ഈ പറമ്പിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.